എക്സാംസിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഷീതു മിസ്സും ടോബി സാറും പ്രൊവൈഡ് ചെയ്യുന്ന സപ്പോർട്ട് തന്നെയാണ്. ഓരോ കുട്ടിക്കും കൊടുക്കുന്ന ഇൻഡിവിജ്വൽ അറ്റൻഷൻ പോലും അത്രയും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ മാരീഡാണ്, എനിക്ക് 2 കുഞ്ഞു കുട്ടികളുണ്ട്. ഇവരെ വെച്ചുകൊണ്ട് പഠിക്കുക, അതുപോലെ ഓരോ എക്സാംസിന് ഓരോ സ്ഥലത്ത് പോവുക, എക്സാംസ് ക്ലിയർ ചെയ്യുക എന്നൊക്കെ ഉള്ളത് പറയുമ്പോൾ ഭയങ്കര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇത് ഇവരെ വെച്ചുകൊണ്ട് പഠിക്കാനൊക്കെ മിസ്സാണ് ഏറ്റവും കൂടുതൽ ടൈം മാനേജ്മെന്റിനെ കുറിച്ചും അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നതും എല്ലാം മിസ്സാണ്. സാറിന്റെ മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് മോട്ടിവേറ്റ് ആവും. നമുക്ക് എങ്ങനെയും ഇത് നേടിയെടുക്കണം എന്നുള്ളത് ഒരു വാശിയായിട്ട് നമ്മുടെ ഉള്ളിൽ വരും. അങ്ങനെ ഒരു സ്പീച്ചാണ് സാറിൻ്റെന്ന് വരിക. ഇവരുടെയൊക്കെ വാക്കുകൾ കേട്ടും ഇവരുടെ നല്ല സപ്പോർട്ടോട് കൂടിയും ഈ ഇത് ഹഡിൽ ചാടി കിടക്കാൻ ഭയങ്കര എളുപ്പം എന്ന് പറയാൻ പറ്റില്ല, നല്ല ടഫ് തന്നെയായിരുന്നു. ഇത് ചാടി കിടക്കുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നും ആയിരുന്നില്ല. GK ആയിരുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള വീക്ക് ഏരിയ. അത് പഠിച്ചെടുക്കാനായിട്ട് ഷീതു മിസ് ഹെൽപ്പ് ചെയ്തത് ഞാൻ എൻ്റെ ജീവിതാവസാനം വരെ മറക്കില്ല. കാരണം അത്രയും ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് GK പഠിക്കുക എന്നുള്ളത്. ഇതിന് GK പഠിക്കാനായിട്ട് മിസ് പ്രൊവൈഡ് ചെയ്ത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും അതുപോലെ അത് പഠിക്കാനായിട്ട് മിസ് പറഞ്ഞു തരുന്ന എളുപ്പ വഴികളാണെങ്കിലും എല്ലാം നല്ല എന്നെ ഈ GK എന്നുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം, അതൊരു വലിയ പ്രോബ്ലം തന്നെയായിരുന്നു. എനിക്ക് പ്രോബ്ലം തരണം ചെയ്യാനായിട്ട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആസ് എ സ്റ്റുഡൻറ്, ആസ് ആൻ അച്ചീവർ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ മിസ്സിൻ്റെയും സാറിൻ്റെയും സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് ഫിനിഷ് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഈ ഫിനിഷിംഗ് പോയിന്റിൽ എത്തില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്.